ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വൈസ് എന്നീ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് അഡ്വൈസ് നോക്കാം. അഡ്വൈസ് നമ്മൾ ഒരു വെർബായിട്ടാണ് ഉപയോഗിക്കുന്നത്. വെർബായിട്ടാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനെ നമുക്ക് വെർബ് എന്ന് പറയാം അല്ലേ. ഞാൻ എക്സാമ്പിൾ പറയാം. ഐ സ്ട്രോങ്ലി advise you not to do this. I strongly advise you not to do this. ഇവിടെ നോക്കിയേ, ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഐ ആണല്ലേ. ഇനി ഇതിലെ ADVISE എന്നീ അഡ്വൈസ് ആണ് ഇവിടെ വെർബായിരിക്കുന്നത്. ഐ സ്ട്രോങ്ലി അഡ്വൈസ് നോട്ട് ടു ഡു ദിസ്. ഞാൻ നിന്നോട് സ്ട്രോങ് ആയിട്ട് അഡ്വൈസ് ചെയ്യാണ് ഇത് ചെയ്യരുതെന്നുള്ളത്. അപ്പോൾ ഇവിടെ അഡ്വൈസ് എന്നുള്ളത് വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ അഡ്വൈസ് എന്ന വേർഡ് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പെല്ലിംഗ് ADVISE. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഹർ ഡോക്ടർ advised her to eat nutritious food. Her doctor advised her to eat nutritious food. ഇവിടെ നോക്കിയേ, സബ്ജക്റ്റ് ഹർ ഡോക്ടർ എന്നുള്ളതാണ്. അവളുടെ ഡോക്ടർ. അവളുടെ ഡോക്ടർ എന്താ ചെയ്യുന്നത്? എന്ത് ആക്ഷനാണ് ചെയ്യുന്നത്? അവളെ ഉപദേശിക്കുകയാണ്, അഡ്വൈസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ അഡ്വൈസ്ഡ് എന്നുള്ളത് വേർബാണ്. ഹർ ഡോക്ടർ അഡ്വൈസ്ഡ് ഹർ ടു ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. നല്ല പോഷകാഹാരമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് അവളെ ഡോക്ടർ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹർ ഡോക്ടർ അഡ്വൈസ്ഡ്, ഈ ADVISED അഡ്വൈസ്ഡ് വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഏതൊരു വേർബും സബ്ജക്റ്റിനനുസരിച്ചാണ് എഴുതാന്ന്. അപ്പോൾ ഇവിടെ അഡ്വൈസും അങ്ങനെ തന്നെയാണ് എഴുതുക. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ ആണെങ്കിൽ നമ്മൾ അഡ്വൈസിൻ്റെ കൂടെ എസ് ചേർത്ത് വേണം എഴുതാൻ. അഡ്വൈസസ്, ഹി അഡ്വൈസസ്, ഷീ അഡ്വൈസസ് എന്നിങ്ങനെ. ഇനി പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ, പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ധേ എന്നിവയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എസ് ചേർക്കാതെ വേണം എഴുതാനായിട്ട്. ഐ, യു, വി, ധേ എന്നീ പ്ലൂറൽ സബ്ജക്റ്റ്. അതല്ല ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗണിൻ്റെ കൂടെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ എസ് ചേർക്കാതെയാണ് നമ്മൾ എഴുതുക അഡ്വൈസ്. ഇവിടെ സ്പെല്ലിംഗ് മാറിയല്ലേ. അഡ്വൈസ് ADVICE. ഈ അഡ്വൈസ് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ ഒരു നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നൗൺ എന്ന് പറയുമ്പോൾ ഒരു നാമം അല്ലേ, നെയിം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞില്ലേ ഡോക്ടറെ അഡ്വൈസ് ചെയ്തു എന്ന്. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ എനിക്കൊരു ഉപദേശം വേണം. അപ്പം നമ്മൾ എങ്ങനെ പറയാം? ഐ നീഡ് your advice. I need your advice. ഇവിടെ ഈ അഡ്വൈസ് എന്നുള്ളത് ഒരു വേർബായിട്ടല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, മറിച്ച് നൗൺ ആയിട്ടാണ്. ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐയും നീഡ് എന്ന് പറയുന്നതാണ് വെർബ്. വേണം, ആവശ്യം അല്ലേ. എന്താണ് നമ്മുടെ ആവശ്യം? നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു അഡ്വൈസ് വേണം. അപ്പോൾ ഈ അഡ്വൈസ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നൗൺ ആയിട്ടാണ്. മാറിപ്പോവരുത്. ADVICE അഡ്വൈസ് എന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഒരു നൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഷീ ഗേവ് മീ some good advice
on how to prepare for the interview. ഇവിടെ നോക്കിയേ, she gave me some good advice on how to prepare for the interview. ഇവിടെ advice എന്നത് ഒരു noun ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. she എന്നത് നമുക്കറിയാം സബ്ജക്റ്റ് ആണ്, gave എന്നതാണ്, giveന്റെ past tense ആണ് gave, verb ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെന്റൻസിന്റെ അർത്ഥം she gave me some good advice on how to prepare for the interview. ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ആകാം എന്നതിനെ കുറിച്ച് അവൾ എനിക്ക് കുറച്ച് നല്ല ഉപദേശം നൽകി. ഇവിടെ ഈ അഡ്വൈസ് ADVICE എന്ന അഡ്വൈസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നൗണായിട്ടാണ്, അല്ലാതെ വെർബായിട്ടല്ല. അപ്പോൾ നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അഡ്വൈസ് എന്നത് ADVICEയും വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അഡ്വൈസ് എന്നതിൻ്റെ സ്പെല്ലിംഗ് ADVISEയുമാണ്. ഒരു നൗൺ എഴുതുമ്പോൾ നമുക്കറിയാം സിംഗുലർ നൗൺ, പ്ലൂറൽ നൗൺ എന്നിങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ അഡ്വൈസിന് നമ്മൾ പ്ലൂറൽ നൗൺ ആക്കാൻ വേണ്ടിയിട്ട് എസ് ആഡ് ചെയ്യാറില്ല. പകരം നമ്മൾ സം അഡ്വൈസ് എന്ന് എഴുതാറുണ്ട്. അതല്ല എങ്കിൽ സെവറൽ പീസസ് ഓഫ് അഡ്വൈസ് എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് രണ്ടാളുകളായിട്ട് A and Bനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ A Bനെ ഉപദേശിക്കുകയാണ് നന്നായി പഠിക്കാനായിട്ട്. എങ്ങനെയാണ് A ഉപദേശിക്കുന്നത്? I advise you to study well. അപ്പോൾ A Bനെ അഡ്വൈസ് ചെയ്യാണ്, ഉപദേശിക്കുകയാണ്. I advise you to study well. അപ്പോൾ B, നിൻ്റെ ഉപദേശത്തിന് നന്ദി അല്ലേ. നമ്മൾ സാധാരണ ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ അങ്ങനെയാണ് പറയാം. അപ്പോൾ B എങ്ങനെയാണ് തിരിച്ചു പറയുന്നത്? താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ്. താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് അഡ്വൈസും തമ്മിൽ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. ആദ്യം പറയുന്ന അഡ്വൈസ് വേർബായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ SE ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തതിൽ നമ്മൾ ഉപദേശത്തിന് നന്ദി എന്നാണ് പറയുന്നത്. അവിടെ നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് CE. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.